ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷ് ആകാശ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചിപ്പി എൻ്റെ മകളാണ്, എനിക്ക് രചനയിലുണ്ടായിരുന്ന മകൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മഹേഷിനാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആകാശ് വരുന്നത്. ഹലോ മഹേഷ്, മേ ഐ കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് വരിക കേട്ടോ. ശേഷം പറയുന്നുണ്ട്, കുറേ നാൾ മുമ്പ്, ഒരു 6 വർഷം മുമ്പ് നീ എൻ്റെ ജോലിക്കാരനായിരുന്നു. നിനക്ക് പറയാതെ തന്നെ ഇരിക്കാനുള്ള അവകാശമൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് പോലും നീ ഇരിക്കാനൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. മഹേഷ് ആണെങ്കിൽ ആകെ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. നീ പറഞ്ഞില്ലെങ്കിലും ഞാനിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടേക്ക് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ? നീ ചിലപ്പോൾ അറിഞ്ഞു കാണായിക്കോ, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു, എൻ്റെ പുന്നാര മോളുടെ പേരിൽ, ചിപ്പി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ. അതിൻ്റെ ശിലാകർമ്മമാണ്. അതിനെ നിൻ്റെ ഭാര്യനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിൻ്റെ ഭാര്യ ഡോക്ടറാണല്ലോ, വേണമെങ്കിൽ അവിടെ ഒരു ജോലി കൊടുക്കാം എന്നിങ്ങനെ പറയാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മഹേഷ് അവിടെ ഒരു പൂച്ചട്ടി എടുത്തിട്ട് ആകാശിൻ്റെ തലക്കുട്ടി ഒറ്റ അടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു അടി കിട്ടുമ്പോൾ തന്നെ ആകാശിൻ്റെ തല പൊട്ടി ചോര അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് വീഴുവാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ വിവേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷ്, എന്താ ഇത്? ആകാശ് കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല, വാ എഴുന്നേക്ക് എന്ന് പറയാണ്. ആകാശിനാണെങ്കിൽ ആകെ തല കറങ്ങുന്ന പോലെ തോന്നുക കേട്ടോ. അങ്ങനെ വിവേക് ആകാശിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. മഹേഷ് ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം അവിടെ ഇരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ ഇഷിതേനെയാണ്. ഇഷിത അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, സിസ്റ്റർമാരൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2-3 പേര് ഉഴപ്പാണ്. അവരോട് വേണമെങ്കിൽ പണി നിർത്തി പോയിക്കൊള്ളാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ എഡ്വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഹലോ ഡോക്ടർ ഇഷിത, എന്നെ മനസ്സിലായോ? പിന്നെ സാറിന് മനസ്സിലാവാത്ത ആരോ ഉള്ളത്? മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള എഡ്വേർഡ് അല്ലേ? പിന്നല്ലാതെ. വാ സർ, ഇരിക്കു സർ എന്ന് പറയാണ്. ഡോക്ടർ ഇഷിത അല്ലേ? അതെ. ഡോക്ടർ ഇഷിതയുടെ കല്യാണം ഈ ഇടയ്ക്കാണോ കഴിഞ്ഞത്? അതെ, ഈ ഇടയ്ക്ക് കഴിഞ്ഞുള്ളൂ സർ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. വെരി ഗുഡ്. അല്ല, ഭർത്താവിൻ്റെ പേര്? മഹേഷ് ചന്ദ്രൻ. മഹേഷ് എന്ന പേര്. CEO ആണ് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ. ഓക്കെ. മഹേഷായിട്ടുള്ള ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. നന്നായിട്ട് പോകുന്നു സർ. നല്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഹസ്ബൻഡ് ആണോ മഹേഷ്? നന്നായിട്ട് സ്നേഹിക്കും സർ. എന്ന് വെച്ചാൽ ജീവനാണ്. ഓക്കെ, നിങ്ങൾക്ക് കുട്ടികൾ? ഒരാളുണ്ട്, ചിപ്പി എന്നാ പേര്. മഹേഷിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചത്? കഴിഞ്ഞ ദിവസം മഹേഷിനെ കാണാൻ വന്നിരുന്നു. മഹേഷ് ഡോക്ടറെ കാണാനോ? അതെ. ഇഷിതടുത്ത് പറഞ്ഞില്ല അല്ലേ? ഇല്ല ഡോക്ടർ. ഒരു മനഃശാസ്ത്രജ്ഞനെ കാണണമെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ കണ്ട കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു. എന്നോടും പറഞ്ഞു വന്ന കാര്യം ഒരിക്കലും ഇഷിത അറിയരുതെന്ന്. പക്ഷെ ഇഷിത അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. മഹേഷിൻ്റെ പോക്ക് വലിയൊരു അപകടത്തിലേക്കാണ്. അത് ഭാര്യയായിട്ടുള്ള ഇഷിതടുത്ത്, പ്രത്യേകിച്ച് ഡോക്ടറായിട്ടുള്ള ഇഷിതടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, എനിക്ക് ഭയങ്കര പേടിയാവുന്നു ഡോക്ടർ. മഹേഷ് എന്തിനാണ് ഡോക്ടറുടെ അടുത്ത് വന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇഷിതടുത്ത് പറയാട്ടോ. മഹേഷ് വന്നത് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. താനൊരു ഭ്രാന്തനാണോ എന്നാണ് മഹേഷിനടുത്ത് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഭ്രാന്തനൊന്നുമല്ല, ഭ്രാന്തിനൊരു തുടക്കവും മഹേഷിനില്ല എന്ന്. മഹേഷിന് ആകെ ഒരു വിഷമമാണ് ചിപ്പി. അത് പറയുമ്പോൾ അതെ, മഹേഷിൻ്റെ ജീവനാണ് ചിപ്പി. ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ചിപ്പി ഇല്ലെങ്കിൽ മഹേഷിന് ജീവിക്കാൻ പറ്റില്ല എന്ന്. അതെ, അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ചിപ്പി തൻ്റെ കൈവിട്ട് പോകുമെന്ന് ഒരു പേടി. എന്താ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്ക് വെറുതെ പേടിയാവുന്നു എന്ന് നിഷിത പറയുമ്പോൾ, പേടിക്കൊന്നും വേണ്ട. അയാൾ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല. ആകാശിൽ രചനയ്ക്കുണ്ടായ മകളാണോ ചിപ്പി എന്നൊരു സംശയമാണ് അയാൾക്ക്. ഇഷിത വിവാഹം കഴിച്ചത് ചിപ്പിയുടെ അമ്മയാവാനാണെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ സത്യമാണെന്നുണ്ടെങ്കിൽ ഇഷിത തന്നെ വിട്ട് പോകുന്നുള്ള പേടി മഹേഷിനുണ്ട്. ഇതാണ് അയാളുടെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇഷിത ആകെ ഷോക്കായി പോവാട്ടോ. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇതിനൊരു പരിഹാരം ഡോക്ടർ എന്തിനും ടെസ്റ്റ് ചെയ്തോ? ഇല്ല, ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് രോഗികളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കാര്യത്തിൽ മഹേഷിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഇഷിതക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞത്. ശരി ഡോക്ടർ, നമുക്കതിനെന്തായാലും പരിഹാരം ചെയ്യാം. പറ്റുമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിൽ തന്നെ നമുക്കുള്ള പരിഹാരം ഉണ്ടല്ലോ. അത് ഡോക്ടർ. ഓക്കെ, എന്നാൽ അതിലേക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ശരി ഡോക്ടർ എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടറോട് നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഇഷിതക്ക് ആകെ വിഷമമാവാം കേട്ടോ. അങ്ങനെ ഇഷിത ആകെ ടെൻഷനായിട്ട് വിഷമമായിട്ടൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അച്ഛനെ നിലത്തേക്ക് വരാനായിട്ട് ഇഷിത പറയുന്നുണ്ട്. അച്ഛൻ നിലത്തേക്ക് വരുമ്പോൾ തന്നെ ഇഷിത വേഗം അടുത്തേക്ക് പോവാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? മഹേഷായിട്ട് എന്തിനും പ്രശ്നം? മഹേഷായിട്ട് പ്രശ്നമൊന്നുമില്ല അച്ഛാ, പക്ഷെ മഹേഷിൻ്റെ കാര്യം എടുത്തിട്ട് എനിക്ക് ടെൻഷൻ. എന്താ മോളെ, മഹേഷിന് സീരിയസ് ആയിട്ട് എന്തിനും പ്രശ്നമുണ്ടോ? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അച്ഛാ, പക്ഷേ മഹേഷ് അതിലേക്കാണോ സഞ്ചരിക്കണമെന്ന് എനിക്കൊരു പേടിയുണ്ട്. മനഃശാസ്ത്രജ്ഞൻ എഡ്വേർഡിന്
അച്ഛനറിയാവോ? പിന്നെ അദ്ദേഹം ഫേമസ് അല്ലേ? അതെ, അദ്ദേഹം ഒന്ന് എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന് 2 ദിവസം മുമ്പ് മഹേഷ് കണ്ടിട്ടുണ്ടായിരുന്നത്രേ. മഹേഷിന് പേടിയാണെന്ന്. അതെന്താ പേടിക്കണത്? ചിപ്പി ഓർത്തിട്ടാ മഹേഷിന് പേടി. അതെന്തിനാ മോളെ വിശദമായിട്ടൊന്ന് പറയാന്ന് പറയുമ്പോൾ ചിപ്പി ആകാശിൻ്റെ മകളാണെന്ന് ഓർത്തിട്ട് മഹേഷിന് പേടിയുണ്ട് അച്ഛാ. മോളെ എന്തൊക്കെയാ പറയണത്? അതെ അച്ഛാ, എനിക്കും വളരെ പേടി പോലെ ആവുന്നു എന്ന് പറയാണ് ആകാശ്. അങ്ങനെ ഒരു വെല്ലുവിളി മഹേഷിൻ്റെ അടുത്ത് നടത്തിയിരുന്നു. എന്തോ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആകാശ് കോടതി പോവാണെങ്കിൽ സുഖമായിട്ട് ചിപ്പീനെ ആകാശിനെ കിട്ടും. അച്ഛാ, അങ്ങനെ എങ്ങാനും കിട്ടിയെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അച്ഛാ ജീവിച്ചിരിക്കണത്? ചിപ്പീൻ്റെ അമ്മയാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കല്യാണം തന്നെ കഴിച്ചത്. ചിപ്പിയുടെ അമ്മയാവാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ കല്യാണം കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഉദ്ദേശിച്ചത്? മോളിങ്ങനെ അപ്സെറ്റ് ആവല്ലേ? മോളത് വിശ്വസിച്ചോ? വിശ്വസിച്ചില്ല അച്ഛാ. പക്ഷെ അങ്ങനെയാണ് സത്യമെങ്കിലോ? മോളെ നോക്ക്, നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ? മഹേഷിനടുത്ത് ബ്ലഡ് സ്വീകരിക്കാൻ പെട്ടെന്ന് പറ്റൂ. പക്ഷെ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങാനും ചിപ്പിയല്ല മഹേഷിൻ്റെ മകളെന്ന് തെളിയണമെങ്കിലോ ഞാൻ എന്ത് ചെയ്യുമോ വെച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. മഹേഷ് പറയാറുണ്ട് മഹേഷിന് ചിപ്പിയില്ലാതെ പറ്റില്ല, ചിപ്പി ഉയിരാണെന്ന്. മഹേഷ് മുഴുപ്രാന്തനായപ്പം എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറയാണ്. മോളെ നീ ഇങ്ങനെ വിഷമിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. മോളെ നീ മഹേഷിൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ചെയ്യുക, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാണ്. അച്ഛൻ ടെസ്റ്റിൽ മഹേഷിൻ്റെ മകളല്ല ചിപ്പിയെങ്കിലോ? മോളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയണത് എന്നൊക്കെ പറയണം. മോള് വീട്ടിലേക്ക് പോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സ്വപ്നവല്ലിയും രാമനാഥനും ചിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജിമയും കൂടി കസേര കളി കളിക്കുക കേട്ടോ. അങ്ങനെ ചിപ്പി പറയുന്നുണ്ട് ഞങ്ങൾ 4 പേരുണ്ട് കളിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ തന്നെ, അതെങ്ങനെ ശരിയാവും എന്ന് രാമനാഥൻ ചോദിക്കുകയാണ്. അല്ല, ക്യാപ്റ്റൻ വിസിലടിച്ചത് കണ്ടുകൊണ്ടിരിക്കേണ്ടല്ലേ? പക്ഷേ ഈ കളിയിൽ ക്യാപ്റ്റൻ ഞാനാണ്, ഞാൻ കളിക്കുകയും ചെയ്യും, അതാണ് കളി. ദേ രാമ, മോള് പറഞ്ഞത് കേട്ടില്ലേ? മോള് പറഞ്ഞതാണ് നിയമം കേട്ടല്ലോ, ക്യാപ്റ്റനാണ്. ഓ ഓക്കെ ശരി, എന്നാൽ അങ്ങനെയാവാം. എങ്കിൽ ശരി, ഞാൻ വിസിലടിക്കുമ്പോൾ കറങ്ങണം, വിസിൽ നിർത്തുമ്പോൾ ഇരിക്കണം കേട്ടല്ലോ. എന്നിട്ട് പറഞ്ഞിട്ട് ചിപ്പി വിസിലടിക്കുകയാണ്. അങ്ങനെ 4 പേരോട് കറങ്ങാണ്. ചിപ്പി കസേര എന്നിട്ട് വിസിൽ വീണ്ടും അടിക്കുകയാണ്. ഇരുന്നോ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഇരിക്കുകയാണ്. അങ്ങനെ ആദ്യം നമ്മുടെ മഞ്ജിമയാണ് ഔട്ടാവുന്നത്. വീണ്ടും ചിപ്പി വിസിലടിക്കുകയാണ്. അങ്ങനെ 3 പേരോട് കറങ്ങാണ്. ചിപ്പി കസേരയിൽ എന്നിട്ട് വീണ്ടും വിസിലടിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ സ്വപ്നവല്ലി ഔട്ടാവാണ്. അങ്ങനെ പിന്നെ ഒരു കസേരയാണുള്ളത്, അതിൽ രാമനാഥനും ചിപ്പിയും കൂടി കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ചിപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജിമയും ആർത്ത് വിളിക്കുന്നുണ്ട്. ചിപ്പി പെട്ടെന്ന് കസേരയിലേക്ക് ചാടിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു വിസിലടിക്കുകയാണ്. കളി നിന്നു എന്ന് പറയാണ്. ഞാൻ ജയിച്ചതെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൈയടിച്ച് പാസ്സാക്കണം. ഞങ്ങളുടെ മോള് ജയിച്ചതെന്ന് പറഞ്ഞിട്ട് പാസ്സാക്കാണ് കൈയടിച്ച്. പെട്ടെന്ന് ചിപ്പിയുടെ മുഖം ഒന്ന് മാറും കേട്ടോ. എന്താ മോളുടെ മുഖം മാറിയെന്ന് ചോദിക്കുമ്പോൾ നല്ല രസമുണ്ട് ഈ കളി, പക്ഷേ ഡാഡി കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമായനെ. ഡാഡി എപ്പോഴും എൻ്റെ കൂടെ കളിക്കാൻ വരിക, മുമ്പത്തെ പോയി എന്നോട് സംസാരിക്കുക, എനിക്ക് ഭക്ഷണം വാരിത്തരാ, എൻ്റെ കൂടെ കിടന്നുറങ്ങുക, എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണ്. മോളെ ഡാഡിക്ക് പ്രഷറും ടെൻഷനൊക്കെ ഉള്ളതല്ലേ, മോളുടെ കൂടെ എപ്പോഴും ഡാഡി വരും കേട്ടോ. മോളെന്ന് വെച്ചാൽ ജീവനാ ഡാഡിക്ക് എന്ന് പറയുമ്പോൾ ചിപ്പി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട്, കണ്ടില്ലേ മോളുടെ വിഷമം? സ്വപ്നവല്ലി താൻ ഇനിയെങ്കിലും പറ. രാമ, മോൻ എന്തൊരു ടെൻഷനുണ്ട്. എന്ത് ടെൻഷൻ? അവന് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്ക്, അവൻ പ്രാന്തനാ, പ്രാന്തൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മഹേഷും ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. അച്ഛനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാകണമല്ലേ, ഞാൻ ഭ്രാന്തനാണെന്ന് പറയുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നീ എന്താണ് ഈ കാണിച്ചു കൂട്ടണത്? ഞാൻ ആർത്തത്തിൽ പറഞ്ഞതല്ല, വേണ്ടച്ചാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിഷമത്തിൽ അകത്ത് കയറി പോവാണ്. എന്താ മോളെ ഇവനെ പറ്റിയത് എന്ന് ഇഷിതടുത്ത് ചോദിക്കേണ്ട രാമനാഥൻ. അച്ഛാ, ഇപ്പം മഹേഷിനടുത്ത് ഒന്നും ചോദിക്കണ്ട. മഹേഷ് എന്താ വിഷമമൊന്നും മോൾത്ത് പറഞ്ഞോ? ഇല്ല, ചില കാര്യങ്ങൾ പറയാതെ തന്നെ അറിയാൻ പറ്റുമല്ലോ. മഹേഷ് ആ സത്യങ്ങളൊക്കെ നമ്മളോട് പറയൂ. പക്ഷേ മഹേഷിന് കുറച്ച് സമയം കൊടുക്കും. മഹേഷ് ഒരു പാവമാണ് അച്ഛാ, ആ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കുത്തി നോവിക്കേണ്ട. ഇനി ഞാൻ മഹേഷിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് ഇഷിത പറഞ്ഞു. എന്തിനാ മോളെ അവനിങ്ങനെ പേടിക്കണത്? ആരെയാ പേടിക്കണത് എന്ന് രാമനാഥ് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ട്, പേടി തൻ്റെ ശ്വാസമാണ് ചിപ്പി, ആ ശ്വാസം നിന്നു പോകുന്നുള്ള പേടിയാ മഹേഷിന്. മോൾ എന്തൊക്കെയാ പറയണത്? അച്ഛാ, എനിക്കിപ്പോൾ ഇത്രയും പറയാനുള്ളൂ, മഹേഷിനെ ആരും കുറ്റപ്പെടുത്തരുത്, അത്രയേ ഉള്ളൂ. ഞാൻ മഹേഷിൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോവാണ്. സ്വപ്നവല്ലി രാമനാഥനോട് പറയുന്നുണ്ട്, കേട്ടില്ല അവർ പറഞ്ഞത്? എൻ്റെ മോനെ ഇനി കുത്തി നോവിക്കല്ലേ രാമ, എൻ്റെ പഴനി മുരുക, എൻ്റെ മോനെ കാത്തോളണേ എന്നൊക്കെ സ്വപ്നവല്ലി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മാഷിനെയാണ്. മാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രിയാമണി വരുന്നുണ്ട്. എന്താ മാഷി ഒരു ആലോചന? അതോ ഞാൻ നമ്മളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമ്മളെക്കുറിച്ചോ? അതെന്താ ആലോചിക്കണത്? അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞതും നമുക്ക് 2 പെൺപിള്ളേരുണ്ടായി. ഒരിക്കലും ഒരു ആൺകുട്ടിനെ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാശിയൊന്നും ഉണ്ടായില്ല. അവരെ പൊന്നു പോലെ നോക്കി. അതെ, ഇപ്പോൾ കെട്ടിച്ചഴിച്ചു. അതെ, അതൊക്കെ ആലോചിക്കുകയായിരുന്നു. നുണ പറയല്ലേ മാഷെ? മാഷ് ആർത്തി വേണമെങ്കിൽ നുണ പറഞ്ഞോ, പക്ഷെ എന്നോട് നുണ പറയല്ലേ. മാഷ് അതൊന്നും അല്ല ആലോചിച്ചത്, ഇഷിതനെ കുറിച്ചാണ്. ഇഷിത വന്നപ്പോൾ 2 പേരും താഴ്ത്തു നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താണെന്ന് ഞാൻ ചോദിക്കണില്ല, പക്ഷേ എനിക്കൊരു കാര്യം മാഷിനോട് ചോദിക്കാണ്ട്. ഇഷിത അവളെ വല്ല ചതിക്കുഴിയിലേക്കാണോ മാഷെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുകയാണ്. താൻ എന്തൊക്കെയാണ് പറയണത്? അല്ല, മഹേഷിന് എന്തെങ്കിലും
എന്തൊരു പ്രശ്നമുണ്ടോ? അയാൾക്ക് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള കാണാനോ എന്തൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എടോ അങ്ങനെയൊന്നും ഇല്ലെടോ. എനിക്ക് പേടിയാവണു മാഷേ. കാത്തിരുന്ന് അവളുടെ കല്യാണം നടത്തി. അവസാനം അവളേതോ ചതിക്കുഴിയിലിട്ട പോലെ എനിക്ക് തോന്നുവാ എന്ന് നമ്മുടെ പ്രിയാമണി പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മാഷിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഇഷിത ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ മഹേഷ് ഇഷിതയായിട്ട് സംസാരിക്കുന്ന ഭാഗം നാളെയാണ്. ഇഷിതയുടെ തോളത്ത് കിടക്കുന്ന നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഭാഗമുണ്ടല്ലോ, അതും നാളെ തന്നെയാണ്. ഇഷിത നമ്മുടെ മഹേഷിൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. ഇഷിത മഹേഷിനെ സമാധാനിക്കുമ്പോൾ പെട്ടെന്ന് മഹേഷ് ഇഷിതയുടെ തോളിലേക്ക് വീഴുവാട്ടോ, അങ്ങനെ വിഷമിച്ചുകൊണ്ട്. ഇഷിതക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. മഹേഷ് അടുത്ത് ഉറങ്ങാൻ പറഞ്ഞ ശേഷം ഇഷിത കരയണ ഭാഗങ്ങളൊക്കെ നാളെയാണ്. എന്തായാലും ഇഷിത തന്നെ ആ ടെസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.